CPM-ൻ്റെ നേതാവായിട്ടുള്ള പത്മകുമാർ പോലും ദൈവതുല്യൻ എന്നാണ് തന്ത്രിയെപ്പറ്റി പറഞ്ഞത്. അത് തന്ത്രിയെപ്പറ്റിയാണെന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാമല്ലോ, വെറുതെ അതിൻ്റെ മുകളിലുള്ള ഗ്യാസും പുകയൊന്നും ഇനി ഉണ്ടാകേണ്ടല്ല, തന്ത്രിയെപ്പറ്റിയാണ്. CPM-കാരനായിട്ടുള്ള പത്മകുമാർ പോലും ദൈവതുല്യൻ എന്ന് വിശേഷിപ്പിച്ച ആൾ അജയ് തറയിലിനെ പോലെ വിശ്വാസിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണനെ പോലെ വിശ്വാസിയായിട്ടുള്ള ഒരു നേതാവിൻ്റെ മുന്നിൽ വളരെ വന്ധ്യനായിട്ടുള്ള ഒരാളായിരിക്കും. തന്ത്രി എന്ന് വെച്ചാൽ ആ ഏരിയയിലെ ഈ ശബരിമലയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യം എന്ന ബഹുമാന്യത കൊടുക്കുന്ന ആളാണല്ലോ അദ്ദേഹം പറയാണ് വാജിവാഹനം എനിക്ക് അവകാശം എൻ്റെതാണ്, എൻ്റെ കൈവശം വെക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാ സംശയിക്കുന്നത്? അജയ് തറ എന്തിനാ സംശയിക്കുന്നത് കൊടുക്കാൻ? ഫോട്ടോ എടുത്ത് പരസ്യമായിട്ട് കൊടുക്കുകയാണ്. കാരണം അതാണ് ഹർഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അതാണ് രീതി എന്നാണ് അവർ വിചാരിക്കുന്നത്. അതല്ല രീതി, ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, നാളെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്ന് ആലോചിക്കേണ്ടുന്ന ഒരു കാര്യവും പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും അജയ് തറയിലിൻ്റെ മുന്നിലില്ല. പ്രയാർ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഇപ്പോൾ പറയാനില്ല. അജയ് തറയിൽ പക്ഷേ ഇപ്പോൾ നമ്മളോട് ഇന്ന് വാർത്താ സമ്മേളനം കാണുമ്പോൾ അജയ് തറയിൽ വിശ്വാസത്തോടെയാണ് പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുകയാണ്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരുന്നത്, അതിന് എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ഉണ്ടെന്ന് എന്തിനാണ് അങ്ങനെ സംശയിക്കുന്നത്? കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തു. മറ്റു കാര്യങ്ങൾ ഇപ്പോഴല്ലേ വരുന്നത്, അന്ന് വാർത്താസിലൊക്കെ വന്നതാണ്. ഇത് പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇത് മറ്റ് രാഷ്ട്രീയ നേതൃത്വത്തിനും ബാധകമാണ്. ഞാൻ പറയുന്നത് സ്വർണ്ണക്കൊള്ള വേറൊരു വിഷയമാണ്. പത്മകുമാറും വാസുവൊക്കെ ഉള്ള ആളുകൾ അക്കാര്യത്തിൽ വിചാരണക്കും മറ്റു നടപടികൾക്കും വിധേയമാകട്ടെ. പക്ഷേ ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞല്ലോ, ഈ തന്ത്രിയെ കുടുക്കിയിട്ട് മന്ത്രിയെ പ്രശ്നത്തിലാക്കാനാണ് എന്ന്. ഞാൻ ചോദിക്കുന്നത്, ഇതേ അജയ് തറയിലിന് കൊടുക്കാവുന്ന നിഷ്കളങ്കത നമ്മൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ കൊടുക്കേണ്ടി വരുമെന്ന പ്രശ്നമേ ഉള്ളൂ, മറിച്ച് തെളിയിക്കപ്പെടുന്നത് വരെ. അല്ലേ? കാരണം അവിടെ ഈ സംഗതികൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഞങ്ങൾ അങ്ങോട്ട് ഇടപെടേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കുകയും തന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യും, തന്ത്രി കുഴപ്പം കാണിക്കും. ബാജി വാഹനം എന്നത് അത് ഉരുക്കിയാൽ ഉണ്ടാകാവുന്ന മൂല്യത്തേക്കാൾ വലിയ, നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു സ്വർണ്ണമലയുടെ മൂല്യം, അതേക്കാൾ മൂല്യമുള്ള ഒരു വിശ്വാസ സംഗതിയായിട്ട് നിൽക്കുമ്പോൾ അതിനെ ധനാഗമന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, പുറത്തു കൊണ്ടുപോവുക, അത് വെച്ച് തട്ടിപ്പ് നടത്തുക. നമുക്കിതൊന്നും ഉറപ്പില്ല, പക്ഷേ അങ്ങനെയൊക്കെയാണ് ആരോപണങ്ങൾ വരുന്നത്. അപ്പോൾ അത് ചെയ്യുമെന്ന് ആരാ വിചാരിക്കുക തന്ത്രിയെ പറ്റിയിട്ട്? താഴമൺ കുടുംബം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധ്യരായിട്ടുള്ള ആളുകളെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് കരുതുന്ന ഈ മന്ത്രിക്കൊക്കെ ആ എക്സ്ക്യൂസ് കൊടുക്കുന്നത്, രാഷ്ട്രീയ നേതാക്കൾക്ക് ആ എക്സ്ക്യൂസ് കൊടുക്കുന്നതാണ് നമുക്ക് നല്ലത്. ഞാൻ പറയുന്ന പത്മകുമാറിൻ്റെയും വാസുവിൻ്റെ അല്ല, പക്ഷേ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഈ അജയ് തറയിലുള്ള എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.